السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയ സഹോദരങ്ങളെ, അല്പം സമയം വൈകിപ്പോയി, ക്ഷമിക്കണം. ഇന്നലെ നൂറ്റി 128 ആയത്താണ്. അതിലടങ്ങിയ വ്യാകരണ നിയമങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നുകൂടി ആയത്തുകൾ ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا ഞങ്ങളുടെ രക്ഷിതാവേ, وجعلنا مسلمين لك, ഞങ്ങളെ നീ ആക്കണമേ, മുസ്ലിമൈൻ ലക, നിനക്ക് കീഴൊതുങ്ങുന്നവരായി ഞങ്ങൾ രണ്ടുപേരെയും നീ ആക്കണമേ. വമിൻ ദുർരിയത്തിന, ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, നിനക്ക് കീഴ്പ്പെടുന്നതായ ഒരു സമുദായത്തെ. അതുവരെയാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി അതിനെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. വഅരിനാ മനാസികന, വാവ് അത്ഫിന്റെ വാവാണ്. അതായത് അല്ലാഹുവിനോടുള്ള ദുആ, ആ ദുആ തുറന്നുകൊണ്ടിരിക്കുകയാണ്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ ലക വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നീ കാട്ടിത്തരയണമേ എന്നർത്ഥം. അരിന, അരി, അതായത് റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്. റഅ കണ്ടു. അതിന്റെ അഫ്അല വസ്നിലാണ് അറ. അത് റഅ കണ്ടു, അറ കാണിച്ചു. റഅ കണ്ടു, അറ കാണിച്ചു. അറ യുറ, അത് മുവാരി യുറ എന്നാണ്.
കാണിക്കുന്നു. അതിന്റെ അമ്രാണ് അരി, നീ കാണിക്ക്. റഅ യറ എന്നാണ്. റഅ കണ്ടു, യറ കാണുന്നു. അതിന്റെ അമ്ര എങ്ങനെയാണ്? റഅ എന്നതിന്റെ അമ്ര റഅ എന്നതിന്റെ അമ്ര പ്രകാരമാണ്. ആർക്കെങ്കിലും അറിയോ? റഅ റഅ യറ. റഹ് എന്നാണ്. റഹ് എന്നാണ് അതിന്റെ അമ്ര. അതായത് റ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ഒരു ഉച്ചാരണത്തിന് വേണ്ടി റഹ് എന്നാക്കുന്നു. റഅ എന്നത് ആ ഫിഅല് എന്താണ് യഥാർത്ഥത്തിൽ? സാന്ദർഭികമായി ഒന്ന് ചോദിക്കട്ടെ. അത് ഫിഅല് സഹീഹാണോ മുഅ്തല്ലാണോ? മുഅ്തല്ലാണ്. പക്ഷെ അതില് ഹംസയുണ്ട് അല്ലേ? ആ ഫിഅല് മുഅ്തല്ല നാഖിസാണ്. പക്ഷെ അത് മഹ്മൂസാണോ? ഹംസയുള്ള ഫിഅലായതുകൊണ്ട് മുഅ്തല്ലുകളിൽ പെടുന്ന മഹ്മൂസാണ് യഥാർത്ഥത്തിൽ റഅ എന്ന് പറയും. സഹീഹിൽ വരുന്നതല്ല, മുഅ്തല്ലുകളിൽ വരുന്ന മഹ്മൂസായ ഒരു ഫിഅല് കൂടിയാണ്. കാരണം ഹംസ ഉള്ളത് കൊണ്ട്. ഇൻഷാ അല്ലാഹ് ഇതല്ല നമ്മുടെ വിഷയം. ഇവിടെ അരിന, അരി എന്നത് നീ കാണിക്ക് എന്നർത്ഥം. അരിന ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ എന്നർത്ഥം. അപ്പൊ അരി എന്നത് ഫിഅല് അമ്രാണ് ലിദ്ദുആ അല്ലേ? ഫിഅല് അമ്ർ ലിദ്ദുആ മബ്നിയൻ അലാ ഹർഫിൽ ഇല്ല. അരി. ന എന്നത് ളമീറാണ്. ഞങ്ങളെ നീ കാണിച്ചു തരണമേ. അപ്പോ അരി ഫിഅല് അംറുൽ ദുആ മബ്നിൻ അലാ ഹർഫിൽ ഇല്ല എന്ന് പറയുമ്പോൾ അതിലുള്ള ഫാഇല് നീയാണ്, അൻതയാണ്. അതിലെ മഫ്ഊലാണ് നാ. അരിന മനാസികന ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ. അരിന മനാസികന മൻസക്. മൻസക് എന്നതിന്റെ ജംആണ് മനാസിക്. മൻസകുൻ ജംഅ് മനാസികുൻ. മൻസക് എന്ന് പറഞ്ഞാൽ നസക്ക എന്നതിൽ നിന്നുണ്ടാകുന്നതാണ്. നസക്കയുടെ മസ്ദറായിട്ട് മൻസക്ക് വരുന്നുണ്ട്. അതോടൊപ്പം നസക്കയുടെ
ഇസ്മു മക്കാനായിട്ടും മൻസക്ക് വരുന്നു. അപ്പോൾ നസക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മൻസക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്വരീഖത്തു തഅബ്ബുദ് വസ്സുഹ്ദ് എന്നാണ്. അതായത് ആരാധനക്ക് അതുപോലെ ജീവിത വിരക്തി തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാർഗം, ആരാധനയുടെ മാർഗം. ഇവിടെ മനാസിക്ക് മനാസിക്കന ആരാധനാ കർമ്മങ്ങളെ അല്ലെങ്കിൽ ത്യാഗകർമ്മങ്ങളെ, ബലികർമ്മങ്ങളെ എന്നൊക്കെ അതിന്റെ അർത്ഥം പറയും. കാരണം മൻസക്കിന്റെ ഇസ്മു മക്കാന്റെ അർത്ഥം വരുമ്പോൾ അത് ബലി അർപ്പിക്കപ്പെടുന്ന സ്ഥലത്തിനാണ് മൻസക്ക് എന്ന് പറയും. ഇവിടെ പൊതുവെ എല്ലാം ഉൾക്കൊള്ളുന്ന അർത്ഥം എന്ന നിലക്കാണ് അത്. ബലികർമ്മമാവട്ടെ, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി എന്നൊക്കെ പറയുന്നതിൽ പറയുന്ന, അവിടെ പറയുന്ന നുസുക്ക്, അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളുന്ന ആരാധനാ കർമ്മങ്ങൾ, ത്യാഗ കർമ്മങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, ബലികർമ്മങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന അർത്ഥത്തിലാണ് ഇവിടെ ഇത് പ്രയോഗിക്കപ്പെടുന്നത്. അപ്പോ അരിന മനാസിക്കന, മനാസിക്കന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, മനാസിക്കന മനാസിക്ക് ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങളെ. മനാസിക്ക എന്ന് പറയുമ്പോൾ അത് മുഫ്ഊൽ ബിഹിയാണ്. മനാസിക്ക മുഫ്ഊൽ ബിഹി മൻസൂബ, مفعول به ثاني. وأرنا مناسكنا مفعول به ثاني منصوب. അങ്ങനെ പറയാം. പിന്നെ ഞാ എന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ളമീർ മനാസിക്കന, ഇവിടെ ഉള്ള ഞാ എന്തായിരിക്കും? ഞങ്ങളുടെ ആരാധനാകർമ്മങ്ങൾ. നാ എന്നത് ളമീർ മബ്നിൻ അലാ മുളാഫ് ഇലൈഹി ആയിട്ടാണ് വരിക. ഈ മഹല്ല് ജർറാണ്, മുളാഫ് ഇലൈഹി. وأرنا مناسكنا وتب علينا وتب علينا. ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും വേണേ എന്നാണ് വതുബ് അലൈന എന്ന് പറഞ്ഞു. താബ അല, താബ അല മുമ്പ് വന്നൊരു പദമാണ്. പശ്ചാത്തപിച്ചു എന്നല്ല. താബ അല എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം സ്വീകരിച്ചു. അതിന്റെ അമ്രാണ് തുബ്. തുബ് വതുബ് അലൈന ഫിഅൽ അമ്രാണ് തുബ്. ഫിഅൽ അമ്ർ ലിദ്ദുആ മബ്നിൻ അല സുകൂൻ. താബ ഫിഅൽ മുഅത്തൽ അജ്വഫാണ് അല്ലെ? ഫിഅൽ മുഅത്തൽ അജ്വഫാണ്. ഇതിന്റെ അമ്രിന്റെ രൂപമൊക്കെ ശ്രദ്ധിക്കല്ല. നമുക്ക് അടുത്ത അൽബലാഗയിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാനുള്ളതാണ് ഇതൊക്കെ. വതുബ് ഫിഅൽ അമ്ർ ലിദ്ദുആ على السكون. وتب علينا ഞങ്ങളുടെ മേൽ, അലൈന അല കൂട്ടണം. അല എന്നത് ഹർഫ് ജർ. അലൈന, അലൈന എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മേൽ. ضمير
مبني على السكون في محل جر اسم مجرور. وتب علينا إنك أنت التواب الرحيم. إنك أنت إنك എന്ന് പറയുമ്പോൾ ഇന്ന അതിനോട് കാഫ് ചെയ്താണ്. ഇവിടെ ഇന്ന ഹർഫ് നസ്ബ് വതൗക്കീദ് അല്ലേ, കാഫ് ളമീറാണ് അല്ലേ, കാഫ് ളമീറാണ്. ഇന്നക അൻത الفتح مبني على الفتح في محل نصب. കാഫ് എന്തായിരിക്കും? അത് ഇസ്മ ഇന്നയാണ്. ഇസ്മ ഇന്നയാണ്. അപ്പോ ഇന്നക എന്ന് പറയുമ്പോൾ ഇന്ന ഹർഫ് നസ്ബ് വതൗക്കീദ്, കാഫ് ളമീർ മബ്നി അലൽ ഫത്ഹ് ഫി മഹല്ല് നസ്ബ് ഇസ്മ ഇന്ന. إنك أنت التواب. إنك أنت أنت എന്ന് പറയുന്നത് ളമീർ എന്താണ്? أنت إنه هو. إنك أنت ളമീർ ഫസ്ൽ എന്താണ്? ളമീർ ഫസ്ൽ. التواب التواب الرحيم. إنك أنت التواب. تاب يتوب. تاب يتوب. അതിൽ നിന്നുണ്ടാകുന്നതാണ് തവ്വാബ്. സീഗ മുബാലഗ എന്നാണ് അതിനെ പറയാം. അമിതമായി തൗബ സ്വീകരിക്കുന്നവൻ, അധികമായി തൗബ സ്വീകരിക്കുന്നവൻ. അപ്പോ തവ്വാബു അധികമായി തൗബ സ്വീകരിക്കുന്നവൻ. ഇവിടെ തവ്വാബു ഇന്നക അൻത അത്തവ്വാബു എന്ന് പറയുമ്പോൾ അത് ഖബർ ഇന്നയാണ്. ഖബർ ഇന്ന മർഫൂആണ്. അർറഹീം രണ്ടാമത്തെ ഖബർ. അർറഹീമു കരുണാനിധി ഖബർ ഇന്ന ഖാൻ. അപ്പോ അരിന മനാസിക്കന വതുബ അലൈന, ഞങ്ങൾക്ക് ഞങ്ങളുടെ മൻസിക്കായ ആരാധനാകർമ്മങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ. വതുബ അലൈന, ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. വതുബ അലൈന ഞങ്ങൾക്ക് പുറത്തു തരയണമേ എന്നല്ല, ഞങ്ങളുടെ പശ്ചാത്താപം പൊറുക്കലിനെ തേടൽ, അതാണല്ലോ പശ്ചാത്താപം, അത് സ്വീകരിക്കുകയും ചെയ്യണമേ എന്നാണ്. ഇന്നക അൻത തവ്വാബുർ റഹീം, നിശ്ചയമായും നീ തന്നെയാണ് വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായുള്ളവൻ. അടുത്ത ആയത്ത് റബ്ബന 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 ഞങ്ങളുടെ രക്ഷിതാവേ, അതായത് യാ റബ്ബന എന്നതാണ്. അപ്പൊ റബ്ബ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. മുനാദ ബിഹർഫി നിദാഇൻ മഹദൂഫിൻ അല്ലേ, മൻസൂബ്. റബ്ബ എന്നത് നാ എന്നത് മുനാദ ബിഹർഫിൻ حرف نداء محذوف. ربنا وابعث فيهم. جزاك الله خير. منادى بحرف نداء محذوف منصوب.
യാ എന്ന ഒരു ഹർഫ് നിദാ അതിനു മുമ്പുണ്ട്. യാ റബ്ബന, അത് മഹ്ദൂഫാണ്, വായിക്കപ്പെടുന്നില്ല. നാ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. നാ എന്താണ് അവിടെ? മുളാഫ് ഇലൈഹിയുടെ സ്ഥാനത്ത് വരുന്ന ളമീറാണ്. ളമീർ ربنا وابعث فيهم. وابعث فيهم واو حرف عطف. ഇതുപോലെ റബ്ബന വജ്അൽന, അതിലേക്കാണത് മഅ്തൂഫാകുന്നത്, അതിനുശേഷം വരുന്നത്. വബ്അസ് എന്ന് തുടങ്ങുന്നത് റബ്ബന വജ്അൽന, അതിനുശേഷം വരുന്ന റബ്ബന വബ്അസ് ഫീഹിം. ബഅസ അയച്ചു എന്നാണ്. യബ്അസു അതിന്റെ അംറാണ് ഇബ്അസ്. ഇബ്അസ് അതിലേക്ക് വാവ് ചേർത്ത് വരുന്നു. അപ്പൊ വബ്അസ് എന്നായി മാറുന്നു ഫിഅൽ അംർ. അപ്പോ ഇബ്അസ് എന്ന് പറയുമ്പോൾ ഫിഅൽ അംർ ഫിഅൽ അംർ മബ്നി അലാ സുകൂൻ. ഫിഅൽ അംർ ലിദ്ദുആ എന്ന് ചേർക്കാം. ഫിഅൽ അംർ ലിദ്ദുആ മബ്നി അലാ സുകൂൻ. فعل أمر مبني للدعاء ربنا وابعث فيهم. وابعث എന്ന അതിലുള്ള ളമീർ ഉണ്ട്. ളമീർ മുസ്തത്തിറായി വരുന്ന ളമീർ അൻത. നേരത്തെ പറഞ്ഞ അരിന എന്ന് പറയുന്നതിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും അതിലുള്ള ളമീർ അൻതയാണ്. ഫീഹിം അവരിൽ വബ്അസ് നീ അയക്കുക. വബ്അസ് നീ അയക്കുകയും ചെയ്യുക. ഫീഹിം അവരിൽ. ഫീഹിം ഫീ എന്നത് ഹർഫ് ജർ. ഹിം ഫീഹിം എന്ന് പറയുമ്പോൾ ളമീർ സുകൂനിൽ മബ്നിയാണ്. പിന്നെ ഫീ മഹൽ എന്തായിരിക്കും? ഫീ അതിന് മുമ്പിൽ വന്നതുകൊണ്ട് ഫീ മഹൽ ജർ അല്ലേ? അപ്പോ ഫീഹിം റബ്ബന വബ്അസ് ഫീഹിം റസൂലൻ, ഒരു റസൂലിനെ അയക്കുക. അതിലെ മഫ്ഊൽ ബിഹി ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. റസൂലൻ മഫ്ഊൽ ബിഹി മൻസൂബ്. യത്ലു അലൈഹിം. തലാ യത്ലു മുമ്പ് വന്നതാണ്. തലാ യത്ലു. തിലാവത്ത് തല പാരായണം ചെയ്തു. യത്ലു പാരായണം ചെയ്യുന്നു. തിലാവത്ത് പാരായണം. തിലാവത്തുൽ ഖുർആൻ എന്നൊക്കെ പറയുമ്പോൾ അത് പാരായണമാണ്. റബ്ബന വബ്അസ് ഫീഹിം റസൂലൻ യത്ലു, അദ്ദേഹം പാരായണം ചെയ്യുന്നു. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, വബ്അസ് ഫീഹിം അവരിൽ നീ അയക്കണമേ, റസൂലൻ ഒരു റസൂലിനെ, യത്ലു അദ്ദേഹം അതായത് ആ റസൂൽ പാരായണം ചെയ്യുന്നു. അപ്പോൾ അത് ഫിഅൽ മുളാരിയാണ്. യത്ലു ഫിഅൽ മുളാരി മർഫൂആണ്. ഫിഅൽ മുളാരി മർഫൂആണ്. തല എന്നത് ഫിഅൽ
മുഅത്തല്ലാണ്, നാഖിസാണ് അല്ലേ? ഫീൽ മുഅത്തല് നാഖിസാണ്. തലാ അതിന്റെ മുദാരിയാണ് യത്ലു. യത്ലു അതിലടങ്ങിയ വമീർ ഹുവ അല്ലെ? അതിലടങ്ങിയ വമീറാണ് ഹുവ. ربنا وبعث فيهم رسولا يتلو عليهم. يتلو عليهم അവരുടെ മേൽ. അല ഹർഫ് ജർ, ഹും അലൈഹിം എന്ന് പറയുന്നത് വമീർ മബ്നിൻ അല സുകൂൻ ഫി മഹല്ല് ജർ. അലൈഹിം ആയാത്തിക. ആയാത്തിക യത്ലു അലൈഹിം. യത്ലു അദ്ദേഹം പാരായണം ചെയ്യുന്നു, അലൈഹിം അവരുടെ മേൽ. എന്താണ് പാരായണം ചെയ്യുന്നത്? ആയാത്തിക, ആയാത്തുകളെ, അതായത് ആയത്തുകളെ പാരായണം ചെയ്യുന്നു. ആയത്തുൻ ബഹുവചനമാണ്, അതിന്റെ ജംആണ് ആയാത്ത്. ആയത്തുൻ ജംആണ് ആയാത്ത്. അപ്പോ ആയാത്തുൻ എന്നതിൽ ആയാത്തുക എന്നാണ്. നിന്റെ വചനങ്ങൾ, നിന്റെ ദൃഷ്ടാന്തങ്ങൾ, നിന്റെ വചനങ്ങൾ അല്ലെങ്കിൽ നിന്റെ ദൃഷ്ടാന്തങ്ങൾ. ആയാത്തിക എന്നാവാനുള്ള കാരണം ആയാത്തി. മഫ്ഊൽ ബിഹി മൻസൂബാണ്, നസ്ബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആയാത്തി അതായത് ജംഉ മുഅന്നസ് സാലിം. ആയത്തുൻ ആയാത്തുൻ ജംഉ മുഅന്നസ് സാലിം സാധാരണ നസ്ബ് ചെയ്യപ്പെടാറുള്ളത് കസ്ർ ഇവിടെ നൽകിക്കൊണ്ടാണ്. മനസ്സിലായില്ലേ? മഫ്ഊൽ ബിഹി മൻസൂബാണ്, ബ്രാക്കറ്റില് കസ്റ എന്ന് നൽകും. മഫ്ഊൽ ബിഹി മൻസൂബ്. ആയാത്തി ക മുദാഫ് ഇലൈഹിയാണ് അല്ലെ? ആയാത്ത് വലൈക്കും അസ്സലാം, അത് മുദാഫ് ഇലൈഹിയാണ്. മുദാഫ് ഇലൈഹിയാണ്. ക എന്ന് പറയുമ്പോൾ ആയാത്തിക ളമീറാണ്. على الفتح في محل جر مضاف إليه. ويتلو عليهم آياتك ربنا وبعث فيهم رسولا. ഞങ്ങളുടെ രക്ഷിതാവേ, അവരിലേക്ക് നീ ഒരു റസൂലിനെ അയക്കണമേ. മിൻഹും അവരിൽ നിന്ന് തന്നെ. അത് ഞാൻ പറഞ്ഞില്ല തോന്നുന്നത്, മിൻഹും വിട്ടുപോയിട്ടുണ്ട്. മിൻഹും, മിൻ ഹർഫു ജറാണ്. ഹും ളമീർ മബ്നിൻ അല സുകൂൻ ഫി മഹല്ല് ജർ, ഇസ്മു മജ്റൂറായി വരുന്ന മിൻഹും. യത്ലു അദ്ദേഹം പാരായണം ചെയ്യുന്നു, അലൈഹിം അവരുടെ മേൽ. ആയാത്തിക നിന്റെ ആയത്തുകൾ. വയുഅല്ലിമുഹും, വ ഹർഫ് അത്ഫാണ്. എങ്ങോട്ടാണത് മഅ്തൂഫാകുന്നത്? എങ്ങോട്ടാണ് അത് മഅ്തൂഫാകുന്നത്? യത്ലു എന്നതിലേക്ക് ഇല്ല. യത്ലു വയുഅല്ലിമുഹും, യത്ലു അലൈഹിം വയുഅല്ലിമുഹും. അപ്പൊ വാവ് ഹർഫ് അത്ഫാണ്. യുഅല്ലിമുഹും, യുഅല്ലിമുഹും. അല്ലമ യുഅല്ലിം. അല്ലമ അലിമ എന്നതിന്റെ ഫഅല വസ്നാണ് അല്ലമ. യുഅല്ലിമു അല്ലമ പഠിപ്പിക്കുന്നു. അല്ലമ പഠിപ്പിച്ചു. യുഅല്ലിമു പഠിപ്പിക്കുന്നു. അല്ലിം നീ പഠിപ്പിക്കാണ് അതിന്റെ അമ്ര. അല്ലമ യുഅല്ലിമു.
അപ്പൊ യുഅല്ലിമു എന്നത് ഫിഅൽ മുദാരിയാണ്. ഫിഅൽ മുദാരി മർഫൂആണ്. യുഅല്ലിമുഹും ഹും ഹും എന്നത് ളമീർ മബ്നി അല സുകൂൻ. യുഅല്ലിമുഹും അവരെ പഠിപ്പിക്കുന്നു. യുഅല്ലിമുഹും അവരെ പഠിപ്പിക്കുന്നു. അപ്പോ ഹും എന്നത് ളമീർ മബ്നി അല സുകൂൻ ഫി മഹല്ല് എന്തായിരിക്കും? അവരെ പഠിപ്പിക്കുന്നതല്ലേ. അപ്പോ അത് നസ്ബിന്റെ സ്ഥാനത്താണ്. നസ്ബിന്റെ സ്ഥാനത്താണ്. ഓക്കെ, മഫ്ഊൽ ബിഹി ആയി വരുന്നു. ربنا وبعث فيهم رسولا يتلو عليهم آياتك ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويزكيهم يتلو عليهم ويعلمهم അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അവരെ അൽ കിതാബ ഗ്രന്ഥത്തെ പഠിപ്പിക്കുന്നു. ഇവിടെ യുഅല്ലിമുഹും എന്നത് ആദ്യം മഫ്ഊൽ ബിഹി കടന്നുപോയി. പൊതു മഫ്ഊൽ ബിഹി താൻ മൻസൂബ്. വയുസക്കീഹിം 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 زكى يزكي زكى يزكي ويعلمه الكتاب والحكمة വിട്ടുപോയിട്ടുണ്ട്. വാവ് എന്താണ്? ഹർഫ് അത്ഫാണ്. ഹർഫ് അത്ഫാണ്. അൽ ഹിക്മത എന്ന് പറയുമ്പോൾ അത് മഅതൂഫാണ്. മഅതൂഫ് മൻസൂബാണ്. ഇതിലേക്ക് അൽ കിതാബ വൽ ഹിക്മത. ഹിക്മത എന്ന് പറയുമ്പോൾ ഹിക്മത എന്ന് പറയുമ്പോൾ അത് വിജ്ഞാനം അല്ലേ? വിജ്ഞാനം. വേദഗ്രന്ഥവും കിതാബ വേദഗ്രന്ഥവും ഹിക്മത വിജ്ഞാനവും പഠിപ്പിച്ച് കൊടുക്കണമേ എന്ന്. മുഹമ്മൽ കിതാബ് വൽ ഹിക്മ. വയുസക്കീഹിം വാവ് ഹർഫ് അത്ഫാണ്. യുഅല്ലിമുഹും വയുസക്കീഹിം യത്ലു അലൈഹിം വയുഅല്ലിമുഹും വയുസക്കീഹിം. അപ്പോ സക്ക യുസക്കി زكى يزكي تزكية. زكى يزكي. يزكي എന്നത് ഫിഅൽ മുദാരിയാണ്. ഫിഅൽ മുദാരി മർഫൂആണ്. യുസക്കീഹിം എന്നത് ളമീർ സുകൂനുൽ മബ്നിയാണ്. മബ്നി അല സുകൂൻ ഫി മഹല്ല് നസ്ബ്. യുസക്കീഹിം അവരെ ശുദ്ധീകരിക്കുന്നു എന്നർത്ഥം. അവരെ സംസ്കരിക്കുന്നു. വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇന്നക തീർച്ചയായും നീ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന ഹർഫ് നസ്ബ് വതൗകീദ്. അൻത കാഫ് ضمير مبني على الفتح في محل نصب اسم إن. لا
ഇന്നക്ക് ശേഷം വരുന്ന അതിന്റെ ഇസ്മാണ് ക. അപ്പൊ അതുകൊണ്ടത് മൻസൂബാണ്. ഇന്നക അൻത ഇന്നക അൻത ضمير فصل لا العزيز العزيز وذاب شالي അതായത് ഖബർ ഇന്ന മർഫൂ إنك أنت العزيز الحكيم خبر ثاني خبر إن العزيز الحكيم هذا تبتني خبر إن مرفوع أقادك إنك أطنبك فربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم ربنا ഞങ്ങളുടെ രക്ഷിതാവേ وبعث فيهم رسولا അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ നിയോഗിക്കുകയും ചെയ്യണമേ. وبعث فيهم رسولا منهم يتلو عليهم آياتك അത് അവർക്ക് നിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയും ويعلمهم الكتاب والحكمة അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ويزكيهم അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ. إنك أنت العزيز الحكيم നിശ്ചയമായും നീ തന്നെയാണ് പ്രതാപശാലിയും അഗാധജ്ഞനുമായുള്ളവൻ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അതിന്റെ ശരിയായ രൂപത്തിൽ പഠിക്കുവാനുള്ള, പൂർണ്ണമായും പഠിച്ച് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ വിജ്ഞാനം നമുക്ക് പകർന്ന് തരുമാറാവട്ടെ. ആ വിജ്ഞാനം വഴി ധാരാളം ഗുണങ്ങൾ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.